ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഐറ്റം ക്രിയേഷൻ നടത്താം എന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. വീഡിയോയിലോട്ട് പോകാം, വരും. നമുക്ക് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഞാനിപ്പോൾ ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ നമുക്കിവിടെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ബാർ സർവീസസിലാണ് നമ്മൾ ഐറ്റം അഥവാ പ്രൊഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മളിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, ഇവിടെ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ആഡ് ന്യൂ പ്രൊഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആഡ് ന്യൂ സർവീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ന്യൂ പ്രൊഡക്റ്റ് ആണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥാപനങ്ങളൊക്കെ ലോഡിങ് അൺലോഡിങ്, അതുപോലെ തന്നെ ലേബർ കോസ്റ്റ്, ഇതൊക്കെ സർവീസുമായി ബന്ധപ്പെടുന്ന. അപ്പോൾ സർവീസ് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെ ആഡ് ന്യൂ സർവീസ് എന്ന് പറയുന്ന സെക്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. അങ്ങനെ നമ്മളിപ്പം ആഡ് ന്യൂ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഹാർഡ്വെയർ ഹോം അപ്ലയൻസസ് ഒക്കെ ചെയ്യുന്നൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് അവർക്ക് പറ്റുന്ന ഒരു ഐറ്റം ക്രിയേഷനിൽ പ്രൊഡക്റ്റ് ക്രിയേഷൻ നടത്താമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം IBLൻ്റെ ഒരു ഫ്രിഡ്ജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. IBL എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഫ്രിഡ്ജ്. അപ്പോൾ ഞാൻ IBL എന്ന് ടൈപ്പ് ചെയ്തു, അതിനുശേഷം ഫ്രിഡ്ജ് എന്ന് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാലൻസ് ടൈപ്പ് ചെയ്യണം. എന്തെങ്കിലും സീരിയൽ നമ്പറോ കോഡൊക്കെ കാണും. SR 21500 എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ കോഡും കൊടുത്തു. അതിനുശേഷം നമ്മളിപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന സെക്ഷനിലായിരിക്കും നമ്മൾ അടുത്ത് വരുന്നത്. പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ്. അപ്പം ഇത് ഫ്രിഡ്ജാണ്. അപ്പം ഞാനിപ്പം പുതിയൊരു പ്രൊഡക്റ്റ് ടൈപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടണോ ഇല്ലെങ്കിൽ ഇവിടെ ഒരു പ്ലസ് സിമ്പിൾ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ മതി. അപ്പം ഞാനിപ്പോൾ കീബോർഡിൽ റൈറ്റ് സൈഡിലെ പ്ലസ് ബട്ടൺ അമർത്തുകയാണ്. ഓക്കെ, അതിപ്പോൾ ഇതുപോലെ ചെറിയൊരു ബോക്സ് വരും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഫ്രിഡ്ജ്, ഓക്കെ, ഫ്രിഡ്ജ് എന്ന് പറഞ്ഞു കൊടുത്തു. റെഫ്രിജറേറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. ഫ്രിഡ്ജ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തു. അതിനുശേഷം ഇവിടെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ് എന്ന് പറയുന്ന ഈ സെക്ഷനിലോട്ട് പോവുക. എൻ്റർ കീ അമർത്തിയാണ് താഴത്തോട്ട് പോരുന്നത് നമ്മൾ. അതിനുശേഷം യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സിനകത്ത് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു ലിസ്റ്റ് വരും. ഇത് പീസസിൽ വിൽക്കുന്നതാണോ മീറ്ററിലാണോ സ്ക്വയർ ഫീറ്റ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ പീസസ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ പീസസ് ഇവിടെ സെലക്ട് ആയി. തുടർന്ന് നമ്മളിവിടെ MRP എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഈ MRP നമ്മൾ എത്രയാണ് എമൗണ്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പം ഫ്രിഡ്ജ് എന്ന് പറയുമ്പോഴേക്കും ഒരു സിംഗിൾ ഡോറിൻ്റെ ഒരു എമൗണ്ട് ഞാനിപ്പം ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് ഞാൻ കൊടുക്കാം. ഒരു 16,000 രൂപ ഞാനിപ്പോൾ അതിൻ്റെ ഒരു MRP പ്രൈസ് കൊടുത്തു. അപ്പം അതിൻ്റെ സെൽ പ്രൈസ് ഒരു 12,500 കൊടുത്തു. അപ്പം ഇങ്ങനെ തുറന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ ഓപ്പണിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് കോസ്റ്റ്, ബാർകോഡ് ഉണ്ടെങ്കിൽ ബാർകോഡ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇതൊന്നും കൊടുക്കുന്നില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ കൊടുത്തു പോവാം. അതിനുശേഷം എങ്ങനെ സെയിൽസിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്കൗണ്ട് ടൈപ്പ്, അതിൻ്റെ മാക്സിമം ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, അതൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ നോക്കുന്നില്ല. പിന്നെ മാൻഡേറ്ററി ആയിട്ട് വരുന്ന ഒരു ഫീൽഡാണ് പിന്നെ GST എന്ന് പറയുന്നത്. GST ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ നിർബന്ധമായിട്ടും GST പ്രൊഡക്റ്റ് GST കൊടുക്കണം. സോ ഇവിടെ HSN കോഡ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. HSN കോഡ് എന്ന് പറയുമ്പോഴേക്കും ഒരു പ്രോഡക്റ്റിന് GSTയുമായി ബന്ധപ്പെട്ട ഒരു കോഡ് ഉണ്ടാവും. അതാണ് HSN കോഡ് എന്ന് പറയുന്നത്. അപ്പം HSN കോഡിൻ്റെ അവിടെ വെച്ചിട്ട് കീബോർഡ് റൈറ്റ് സൈഡിൽ പ്ലസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പുതിയ HSN കോഡ് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 859265 ഇങ്ങനൊരു HSN കോഡ് ഞാൻ കൊടുത്ത് എൻ്റർ അമർത്തി. അതിനുശേഷം ഇവിടെ GST ടാക്സ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ എത്ര % GST ടാക്സ് വരുന്ന ഐറ്റം ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ടാക്സിൻ്റെ ഫുൾ സ്ലാബ് കാണിക്കുന്ന ഒരു ലിസ്റ്റ് നമുക്കിവിടെ കാണാം. ഇവിടെ നമുക്ക് ഏതാണോ സ്ലാബ്, ആ സ്ലാബ് സെലക്ട് ചെയ്തിട്ട് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ GST നമുക്ക് സെലക്ട് ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്കൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ. GST ഉള്ള ഐറ്റം ആണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ കൊടുക്കണം GST ഡീറ്റെയിൽസ്, അതായത് HSN കോഡും കൊടുക്കണം, GST പെർസെൻറ്റേജ് നമ്മളിവിടെ അപ്ലൈ ചെയ്യണം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യേണ്ടത്. അതിനുശേഷം ഇവിടെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഐറ്റം നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലോട്ട് ഇത് കണ്ടോ സക്സസ്ഫുള്ളി ആഡഡ് എന്ന് പറഞ്ഞ് ഇവിടെ കാണിച്ചു. അങ്ങനെ നമ്മളിവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും അതെല്ലാം നമ്മൾ കൊടുത്ത എൻട്രീസ് ഒക്കെ ക്ലിയർ ആയിപ്പോയി. വീണ്ടും നമ്മൾ അടുത്ത ഐറ്റം ക്രിയേറ്റ് ചെയ്യാവുന്ന രീതിയിൽ ഇവിടെ റീഫ്രഷ് ആയി എന്നുള്ളതാണ്. അപ്പം നമുക്ക് അടുത്ത ഐറ്റം വീണ്ടും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിപ്പം ഫ്രിഡ്ജ് കൊടുത്തു. ഇപ്പം ഞാൻ വേറൊരു ഐറ്റം പറയുകയാണ്. ഇപ്പം എന്താണ് ഗോൾഡ് മെഡൽ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു
ഫാൻ, ഗോൾഡ് മെഡൽ ഫാൻ എന്ന് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ഫാൻ ഒരു ID നമ്പറോ ഒരു KL222 എന്ന് പറഞ്ഞ ഒരു ID നമ്പർ കൊടുത്തു. അതിനുശേഷം നമ്മൾ വീണ്ടും പ്രൊഡക്റ്റ് ടൈപ്പ് എന്ന് പറയുന്ന സെക്ഷനിലോട്ട് പോവുകയാണ്. അവിടെ വെച്ച് പുതിയ പ്രൊഡക്റ്റ് ടൈപ്പ് ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ എൻ്റർ അമർത്തി ഫാൻ എന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഫാൻ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ടൈപ്പ് നമ്മൾ ആഡായി. അതിനുശേഷം നിലവിലിപ്പം ഫാൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാനത് ഇപ്പം നിലവിലുള്ള പ്രൊഡക്റ്റ് ടൈപ്പ് എടുക്കുകയാണെങ്കിൽ കീബോർഡിൽ അവിടെ വെച്ചിട്ട് കൾസർ വെച്ചിട്ട് എൻ്റർ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ ഏതാണ് പ്രൊഡക്റ്റ് ടൈപ്പ് എന്നുള്ളത് അത് അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്സ്, തുടർന്ന് MRP എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. MRP നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 5000 രൂപ വില വരുന്ന ഒരു ഫാനാണ്. അത് നമ്മൾ അതിൻ്റെ സെൽ പ്രൈസ് നമ്മളൊരു 3500. ഇതിനകത്ത് ഇൻക്ലൂസീവ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഉൾപ്പെടെ നമ്മൾ വിൽക്കുന്ന എമൗണ്ട് ആണ് ഈ 3500 എന്ന് പറയുന്നത്. നമ്മൾ അതല്ല 3500 പ്ലസ് GST ആണ് നമ്മൾ ബില്ലിൽ കളക്ട് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ എക്സ്ക്ലൂസീവ് എന്നാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇൻക്ലൂസീവ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, 3500 കൊടുത്തു. അതിനുശേഷം ഈ GST എന്ന് പറഞ്ഞ ഈ സെക്ഷനകത്ത് ഓൾറെഡി നമ്മൾ ആദ്യത്തെ ഐറ്റം ക്രിയേറ്റ് ചെയ്തപ്പോഴേക്ക് എസും കൂടെ കൊടുത്തിരുന്നു. ഇനി വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ എസും കൂടെ മാറ്റുക, ഇല്ലെങ്കിൽ അത് തന്നെയാണെങ്കിൽ അത് തന്നെ വെച്ച് പ്രൊസീഡ് ചെയ്യാം. എച്ചും കൂടെ നമ്മളിവിടെ പുതിയ എച്ചും കൂടെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് ഇവിടെ നമ്മൾ പുതിയ എച്ചും കൂടെ കൊടുത്തു. GST നമ്മൾ വേറെ GST ആണെന്നുണ്ടെങ്കിൽ അവിടെ എൻ്റർ അമർത്തി വേറെ GST ഇപ്പോൾ 28% ആണെന്നുണ്ടെങ്കിൽ 28%, 18% 18% കൊടുത്തു. അതിനുശേഷം നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് വന്ന് ഒന്നുകൂടെ വെരിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അടുത്ത രണ്ടാമത്തെ ഐറ്റം നമുക്കിവിടെ ക്രിയേറ്റ് ആവും. കണ്ടോ, സക്സസ്ഫുള്ളി ആഡഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ നമ്മൾ ഐറ്റം ക്രിയേഷൻ അഥവാ പ്രോഡക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇത് മറ്റുള്ള വിപണിയിൽ കാണുന്ന എല്ലാ ബില്ലിംഗ് സോഫ്റ്റ്വെയറും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ എന്ന് പറയുമ്പോഴേക്കും ഒരു പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഐറ്റം ക്രിയേഷൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കരമായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ആണ്. കണ്ടമാനം ടെസ്റ്റ് ഫീൽഡ്, കണ്ടമാനം എൻട്രീസ് കൊടുത്താലുള്ള ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് കിട്ടത്തുള്ളൂ. ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് 10, 100, 500 ഐറ്റംസ് എക്സലിനകത്ത് എങ്ങാനും നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്കിൽ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ഐറ്റം ബില്ലിംഗ് സോഫ്റ്റ്വെയറിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ഐറ്റം ക്രിയേഷൻ. നമുക്കിപ്പോൾ ഈ ഐറ്റം ക്രിയേറ്റ് ചെയ്ത് അത്ര ഐറ്റം കാണണമെങ്കിൽ ജസ്റ്റ് ക്ലോസ് ചെയ്തതിനു ശേഷം ഇവിടെ വ്യൂ ഓൾ പ്രൊഡക്റ്റ് എന്നുണ്ട്. ഇവിടെ വ്യൂ ഓൾ പ്രൊഡക്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത 2 ഐറ്റവും നമുക്കിവിടെ കാണാം. ഇത് കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഗോൾഡ് മെഡൽ ഫാൻ, അതുപോലെ തന്നെ IBL ഫ്രിഡ്ജ്, മൂന്നാം ലാസ്റ്റ് ഐറ്റം ഗോൾഡ് മെഡൽ ഫാൻ KL222 എന്ന് പറയുന്നത്. ഇങ്ങനെ റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ സെല്ലിംഗ് പ്രൈസ് ഒക്കെ നമുക്കിവിടെ കാണാം. അതുപോലെ ഇതിൻ്റെ കോസ്റ്റ്, ഇതിൻ്റെ സ്റ്റോക്ക്, സെസ് ഉണ്ടെങ്കിൽ സെസ് ഉള്ള ഐറ്റം, അതുപോലെ തന്നെ GST പെർസെൻറ്റേജ്, എക്സൻ കോഡ് എത്രയാണ്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കാണാം. വളരെ സിമ്പിളായിട്ട് ബാലസ്റ്റ് ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഐറ്റം ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.